ഒരു BGM ഇന്ത്യ മൊത്തം ശ്രദ്ധിക്കപ്പെടുന്നു. ആ സിനിമയുടെ പേര് DC എന്നറിയപ്പെടുന്നു. അതിൽ നമ്മുടെ ഹിറ്റ് മേക്കർ ലോകേഷ് കനകരാജ് നായകനാകുന്നു. വാമിക ഗബ്ബി ഒരു റോള് ചെയ്യുന്നു. ഈ ഒരു കാര്യങ്ങളെ കൊണ്ട് DC എന്ന് പറഞ്ഞ ഈ സിനിമയുടെ ഒരു ഹൈപ്പ് എന്ന് വെച്ചാൽ ഈ സിനിമ ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടി പോകണമെന്നുള്ള ഹൈപ്പ് വളരെ നന്നായിരുന്നു. ആ ഒരു അനിരുദ്ധിൻ്റെ ആ ഒരു മാജിക്കൽ BGM എത്ര റീലുകൾ, എത്ര ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയി വന്ന് അത് ഏറ്റവും വലിയ ട്രെൻഡ് സെറ്റായ ഒരു സാധനമാണ്. അപ്പോൾ DC എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഇപ്പോൾ ഇങ്ങനെ കണ്ടു. ആ സിനിമയെ പറ്റിയുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാൻ വേണ്ടി പോവുകയാണ്. എനിക്കെങ്ങനെയാണ് സിനിമ കണക്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. DC എന്ന് പറഞ്ഞ ഈ സിനിമ നിങ്ങൾ ഇനി കാണാൻ വേണ്ടി പോകുന്ന ഒരാളാണെങ്കിൽ ഒരു അമിത ഹൈപ്പൊന്നും വെച്ച് കയറിക്കൊല്ലും. പക്ഷേ സിനിമ മോശമല്ല. സിനിമ ഒരു നൈസ് മൂവിയാണ്. ഇതിൻ്റെ കഥയും കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും കാര്യങ്ങളും വെച്ച് ഈ സിനിമ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇത് നിങ്ങൾക്കൊരു മികച്ച പടമായിരിക്കും എന്നുള്ള കാര്യമാണ് ഞാൻ ആദ്യമേ പറയുന്നത്. ലോകേഷിൻ്റെ പെർഫോമൻസിനെ പറ്റി എടുത്ത് പറഞ്ഞേ പറ്റൂ. ദില്ലി, JD, ഏജൻറ്റ് വിക്രം എന്നീ കഥാപാത്രങ്ങളുടെയൊക്കെ നിർമ്മാതാവായ ലോകേഷ് കനകരാജിന് ഒരു മാസ് ആക്ഷൻ ഹീറോ, ഒരു ഡെവിളിഷ് ഫൈറ്റ് ചെയ്തൊരു ഒരു ഹീറോ വെക്കാൻ വേണ്ടി അധികം പാടുന്നില്ല. ആ ഒരു കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും ഗംഭീരമായിരുന്നു. അങ്ങേര് നന്നായിട്ട് തന്നെ ഈ സിനിമയിലെ ഈ ഒരു കഥാപാത്രത്തെ നിയന്ത്രിക്കുന്ന ഒരു രീതിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തെന്ന് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഉള്ള വാമിക ഗബ്ബിയാണ്. വാമിക ഗബ്ബിയുടെ റോള് കിടു റോള്. ആ ഒരു കഥാപാത്രത്തെ അദ്ദേഹം ആ ഒരു നായിക അവതരിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു രീതി സൂപ്പറാണ്. ഫൈറ്റ്, ഗൺ ഷോട്ട്, മാസ് ആയിട്ട് കുറേ ഡയലോഗ്, കാര്യങ്ങൾ, പെർഫോമൻസ്, ഇമോഷൻസ് എല്ലാം കൊണ്ടും ഞെട്ടിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം എടുത്ത് പറഞ്ഞ മറ്റൊരാളുടെ പേരാണ് സഞ്ജന AK. സഞ്ജന AK ഒരു നടിയുണ്ട്. നമ്മുടെ തഗ്ലൈ സിനിമയിലൊക്കെ കമൽഹാസൻ്റെ മകളെ അഭിനയിച്ച് നടിയാണ് സഞ്ജന AK എന്ന് പറഞ്ഞൊരു നായിക. ഈ ഒരു പെൺകുട്ടിയുടെ പെർഫോമൻസാണ്, അതാണ് ആ ഒരു ബിഗിനിങ്, ഈ ഒരു കഥയുടെ ബിഗിനിങ്ങിൻ്റെ തുടക്കം ഈ ഒരു കഥാപാത്രത്തിൻ്റെ ആ ഒരു ഇതാണ്. ഒരേ ഒരു മേക്ക് ഓവറും മാനസുമുള്ള രണ്ട് നായികമാരാണ് ഈ പടത്തിലുള്ള സഞ്ജന AK, വാമിക ഗബ്ബി. ഇവർക്ക് രണ്ട് പേർക്ക് കൊടുത്തേക്കുന്ന ഒരേ മേക്ക് ഓവറും ഒരേ കണക്കുള്ള ഒരു ശൈലിയും കാര്യങ്ങളൊക്കെയാണ്. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു സഞ്ജന AKയും വാമിക ഗബ്ബി. സഞ്ജന AKയുടെ ഒരു ഫസ്റ്റ് ഹാഫിലെ ഒരു പെർഫോമൻസാണ് ഈ കഥയുടെ ഒരു മുന്നോട്ട് പോക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ കഥയുടെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് മനസ്സിലാക്കുക. വേറെ ലെവൽ സംഭവമാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയുണ്ട്. സോങ്സുകളൊക്കെ സൂപ്പറായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അതെടുത്ത് പ്ലേസ്മെൻറ്റ് വെച്ചിരിക്കുകയാണ്. ഇനി ഈ സിനിമയ്ക്ക് നമ്മൾ മുമ്പ് കണ്ടു മറന്ന ഒരു 2-3 സിനിമകളുടെയൊക്കെ ഒരു ടച്ചുണ്ട്. ഒന്ന് ഞാനും റൗഡിദാൻ ഇപ്പുറത്തിൻ്റെ ടച്ചുണ്ട്. പിന്നെ ഇതിൽ ലോകേഷിൻ്റെ ഒരു മേക്ക് ഓവർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദളപതി സിനിമയിലെ രജനീകാന്ത് ഇല്ലേ, ആ ഒരു മേക്ക് ഓവർ കണക്ക് അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നൊരു ഒരു ടൈപ്പ് ഓഫ് സംഭവം കാണാൻ വേണ്ടിയുണ്ട്. പിന്നെ അങ്ങനെ ഒട്ടുമിക്ക സിനിമയുടെയൊക്കെ ഒരു ടച്ചുണ്ട്. ഒറ്റത്തവണ കണ്ടുകൊണ്ട് എനിക്കതൊന്ന് കറക്റ്റ് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴെങ്കിൽ പോലും ഞാനും റൗഡിദാൻ സിനിമയായിട്ട് നല്ല ഒരു സിമിലാരിറ്റി ഈ സിനിമയ്ക്ക് ഉള്ളതെങ്കിൽ തോന്നിപ്പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സിനിമയിൽ കുറേ ഇൻട്രസ്റ്റിംഗ് ട്വിസ്റ്റസ് ഉണ്ട്. ട്വിസ്റ്റ് വരുന്ന കുറേ സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വില്ലന്മാരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിനിമയുടെ ടച്ച് നോക്കിയാൽ മായാനദി സിനിമയുടെ ഒരു ചെറിയ ഒരു തീം കാര്യങ്ങളൊക്കെ ഈ സിനിമ വരുന്നുണ്ട്. മായാനദിയായിട്ടുള്ള ഒരു ചെറിയ സിമിലാരിറ്റി ഈ സിനിമയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ സിനിമ നിർമ്മിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്ന് വെച്ചാൽ എന്തിനും ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന, ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ഗ്യാങ്ങുകളെ കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ അതിൽ ശരിയോ തെറ്റൊന്നുമില്ല. അവരുടെ ഭാഗത്ത് ശരിയോ ന്യായമോ തെറ്റൊന്നുമില്ല. ജീവിക്കാൻ വേണ്ടി ഏതെങ്കിലും വരെ വരുന്ന കുറച്ച് കഥാപാത്രങ്ങളെ പറ്റിയാണ് ഈ സിനിമ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം പറയാനുണ്ട്. ആ ഒരു BGM, അനിരുദ്ധിൻ്റെ ആ ഒരു BGM ഉണ്ടല്ലോ, ഇതിൻ്റെ അത് ഭയങ്കര ട്രെൻഡിങ് ആയ അത് പ്ലേസ്മെൻറ്റ് നിൽക്കുന്ന ആ ഒരു സീനും ആ ഒരു മൊമെൻറ്റും ഗംഭീരമാണ്. അത് അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു സിനിമയിൽ കറക്റ്റ് സ്ഥലത്ത് ഇത് പ്ലേസ് തുടങ്ങി പറയാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ ഒരു സിനിമ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ. വേറൊന്നും വെച്ച് നീട്ടാൻ വേണ്ടി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കാണാൻ വേണ്ടി പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അമിതമായ ഒരു പ്രതീക്ഷ കൊടുത്ത് ഭയങ്കര ഹൈപ്പ് എന്നിട്ട് പോലെ നൈസ് മൂവിയാണ്. നൈസ് എന്ന് വെച്ചാൽ ഒരു മിനിമം ഒരു ലോ ലെവൽ മൂവി കാര്യങ്ങളൊക്കെയാണ്. അതിൽ പെർഫോമൻസ് ഞെട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോറി ലൈന് നൈസാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. അതിൽ സന്ദർഭങ്ങളും കഥയും കാര്യങ്ങളൊക്കെ മാത്രം നോക്കിയാണ്ട് ഇഷ്ടപ്പെടും. ലോകേഷിൻ്റെ സൂപ്പർ പെർഫോമൻസ്, വാമിക ഗബ്ബി, സഞ്ജന AK, അനിരുദ്ധിൻ്റെ മ്യൂസിക്, ഡയറക്ഷൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള പടമാണ്. അപ്പം നിയർ തിയേറ്ററുകൾ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. തുടക്കം സിനിമ ഇവിടെ ഭയങ്കര ഒരു ക്ലിക്കായിപ്പോയിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് കേരളത്തിൽ അത്രയ്ക്ക് ഒരു സ്വാധീനം കിട്ടുന്നില്ല. ഒരു സ്പേസ് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ എന്നും പറഞ്ഞ മോശം സിനിമയിൽ നല്ലൊരു പടമാണ്. കാണാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യം വെച്ച് ഇതാണ് DC എന്ന സിനിമയ്ക്കുള്ള എൻ്റെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ മസ്റ്റ് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയുള്ളൂ എനിക്ക് പറയാനായിട്ട്.